home is entirely different from a house. From a home we get happiness and also we will be free of mind. അതേസമയം നമുക്ക് ഹൗസിലാണ് എങ്കിൽ അങ്ങനെ ഒരു ഡീപ്പ് റിലേഷൻ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധാ പോലെയുള്ള ഒരു ജീവിതം. അതേസമയം ഹോമാണ് എങ്കിൽ അവിടെ ഷെയറിങ് ആണ്, ഫുൾ സന്തോഷമാണ്, അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ ഫ്രീ ആണെന്ന് തോന്നും. അതായത് അവിടെ നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. അതാണ് ഹോം. അതേസമയം ഹൗസ് എന്നത് എല്ലാത്തിനും ഒരു പരിമിതികളുള്ള ഒന്നാണ്. ഹിയർ വി ആർ ഡിസ്കസിങ് സച്ച് എ ടോപ്പിക്, എ പോം ഹോം ബൈ അരുന്ധതി സുബ്രഹ്മണ്യം. അരുന്ധതി സുബ്രഹ്മണ്യം എഴുതിയ ഹോം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് അരുന്ധതി സുബ്രഹ്മണ്യം ഈസ് എ കണ്ടംപററി പോയറ്റ് ഓഫ് ഇന്ത്യ. And as a post-independent poet, she embraced women's subjectivity. ഒരു ഫെമിനിസ്റ്റ് പോമാണിത്. ഈ കവിതയിൽ സ്ത്രീകളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്ത്രീയുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ അവളുടെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. And it is a feminist poem exploring the concept of belonging and a space that feels both familiar and liberating. ഫെമിലിയർ ആയിട്ട് തോന്നുക, അതായത് നമുക്ക് പരിചയമുള്ള, നമുക്കറിയാം ചില വീടുകളിലൊക്കെ സ്ത്രീകൾ വേറെ തന്നെ ആയിരിക്കും മിക്കവാറും ഒക്കെ. ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നും ഇപ്പോഴും മാറ്റം വരാത്ത പല വീടുകളുമുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി മീൻസ് പുരുഷാധിപത്യമുള്ള സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ആ ഒരു പുരുഷൻ സൃഷ്ടിക്കുന്ന ചിട്ടയ്ക്കുള്ളിലായിരിക്കണം സ്ത്രീ, അതിനപ്പുറത്തേക്ക് ആ ബോർഡർ ലംഘിക്കാൻ പാടില്ല. ആ ഒരു കോൺസെപ്റ്റിനെ പരിഹസിക്കുന്ന ഒന്നാണ് ഇവിടെ ഈ കവിത. അപ്പം നമുക്കറിയാം വെർജീനിയ വൂൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന ആ ഒരു വർക്കിൽ അവർ പറയുന്നുണ്ട്, ഷേക്സ്പിയറിനൊരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ, ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇതേ ടാലൻറ്റ്, ഷേക്സ്പിയറിന് കിട്ടിയ പോലെ ഒരു ടാലൻറ്റ്, ഡ്രമാറ്റിസ്റ്റാണ് ഷേക്സ്പിയർ, പോയറ്റാണ്, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അതേ സെയിം ടാലൻ്റുള്ള ആ സഹോദരി എപ്രകാരമായിരിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ പോലെ അറിയപ്പെടുമോ എന്നൊക്കെയുള്ള ചർച്ച നടത്തുന്ന ഒരു പുസ്തകമാണ് എ റൂം ഓഫ് വൺസ് ഓൺ. അതേപോലെ തന്നെ നമ്മൾക്ക് ഭാഗവത എന്ന വിജയലക്ഷ്മിയുടെ കൃതിയിലും നമുക്കിത് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഭാഗവതം വായിക്കുന്ന സമയത്ത് പുരുഷൻ പറയുന്നു, നീ ഇത് കേൾക്കാൻ വരൂ, കാരണം ആ കേൾക്കുന്നതിലൂടെ, മറ്റൊരാളെ കേൾപ്പിക്കുന്നതിലൂടെ അയാൾക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കും, മോക്ഷം കിട്ടും. അതേപോലെ തന്നെ സ്ത്രീയുടെ അടുക്കളയാണ് സ്ത്രീയുടെ ആ ഒരു രംഗം, അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അടുക്കളയിൽ മാത്രം, അല്ലെങ്കിൽ എന്താണ്, അറ്റ് ദ ബാക്ക് സൈഡ് ഓഫ് ദ ഹൗസ്, വീടിൻ്റെ പിന്നാമ്പുറത്താണ് അവളുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. വീടിൻ്റെ മുൻവശം എപ്പോഴും പുരുഷന്മാർക്ക് വിധിക്കപ്പെട്ടതാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, ഒരിക്കലും അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ മുന്നോട്ടേക്ക് വരാത്ത അവസ്ഥ, വാതിലിൻ്റെ മറവിൽ നിന്ന് ആളില്ലെങ്കിൽ ആളില്ല എന്ന് പറയുക, അതായത് പുരുഷന്മാരെ കാണാനാണ് വരുന്നതെങ്കിൽ ഇവിടെ ആളില്ല എന്ന് പറയുക, അങ്ങനെ മുഖത്ത് നോക്കാത്ത പോലെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ് ഈ കവിതയിൽ അവർ പറയുന്നത്. ആൻഡ് in the very beginning itself the poet yearns for a home that is not truly of hers, and where she can move freely, slipping in and out without leaving a mark. ഒരു മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ യാതൊരു നിബന്ധനകളും ഇല്ലാത്തൊരു വീട് വേണമെന്നാണ് ഈ ഒരു കവിതയിൽ തുടക്കത്തിൽ തന്നെ കവി പറയുന്നത്. നമ്മൾ പറഞ്ഞു അരുന്ധതി സുബ്രഹ്മണ്യം, and she is the post-independent writer of India. Poem Home by Arundhati Subramaniam. Give me a home that is not mine. In the opening itself, the poet reveals that give me a home. നിങ്ങൾ എനിക്കൊരു വീട് തരൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത? That is not mine. എൻ്റേതല്ലാതിരിക്കണം, അതായത് എൻ്റെ സ്വന്തമെന്ന് പറയേണ്ട ഒരു വീട്. And where I can sleep in and out of rooms. എനിക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ പോകാൻ കഴിയുന്ന ഒരു വീട്, അതായത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് വരാനും പോകാനും ഒക്കെ കഴിയുന്ന ഒരു വീട് വേണം. ആൻഡ് വിത്തൗട്ട് എ ട്രേസ് മീൻസ് വിത്തൗട്ട് എ മാർക്ക്. അതായത് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ പോകുന്ന സമയത്ത് ഒരു അടയാളം, അല്ലെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് എനിക്ക് വേണം. ആൻഡ് നെവർ വറിയിങ്
എബൌട്ട് ദ പ്ലംബിംഗ്. എപ്പോഴും എന്താണ് പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അടുക്കളയിൽ എന്താണ് വേസ്റ്റ് വാട്ടർ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കണ്ടിരുന്നു അല്ലേ, ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് എപ്പോഴും ആ സിങ്കിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്ന ഒരവസ്ഥ. ആ അടുക്കളയുടെ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പൈപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളാണ് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞ് പുരുഷന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സോ നെവർ വറിയിങ് അബൌട്ട് ദ പ്ലംബിംഗ് ഓർ ദി കളർ ഓഫ് ദ കേർട്ടൻസ്. കർട്ടൻ്റെ കളറിനെ കുറിച്ച്, അതായത് കളറ് മങ്ങി വേറെ ഒരു പുതിയ കർട്ടൻ വാങ്ങണം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ബോധേഡ് അല്ലാത്ത ഒരു റൂം വേണം, ഒരു വീട് വേണം. ആൻഡ് ദ കൊക്കോഫനി ഓഫ് ബുക്സ് ബൈ ദി ബെഡ് സൈഡ്. ബെഡ് സൈഡ് മീൻസ് കിടക്കയുടെ അടുത്ത്. നെവർ ഹാവ് എ ഹീപ്പ് ഓഫ് ബുക്സ്. പുസ്തകങ്ങൾ കൂട്ടി വെച്ച ഒരു റൂം അല്ല എനിക്ക് വേണ്ടത്. അതായത് പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് കൂട്ടി വെച്ച ഒരു റൂം അല്ല എനിക്ക് വേണ്ടത്. മറിച്ച് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട്, അതായത് ഇവിടെ ചിന്തകളാണ്, ഇവിടെ പുസ്തകങ്ങളുടെ കൂട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ചിന്തകളാണ്, ഒരുപാട് ചിന്തകൾ. ആ ഓവർ തിങ്കിങ് കൊണ്ട് ഉള്ള ഒരു വീടല്ല എനിക്ക് വേണ്ടത്. അതായത് കുറേ പ്രാരാബ്ദങ്ങളുള്ള ഒരു വീടല്ല എനിക്ക് വേണ്ടത്. ദെൻ എ ഹോം that I can wear lightly. I can wear lightly means I can move freely. എനിക്ക് സന്തോഷം തരുന്ന ഒരു വീടായിരിക്കണം. അതായത് നമുക്കറിയാം ചില വീടുകളിൽ തിരിച്ചു പോകണ്ടെന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥ. അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും വീട്ടിലേക്ക് ചെല്ലണം, വേഗം തന്നെ പുറത്ത് പോയാൽ തന്നെ വേഗം വീട്ടിലെത്തണം എന്നുള്ള ഒരു തോന്നലുണ്ടാകണം. ആൻഡ് വേർ ദ റൂംസ് ആർ നോട്ട് ക്ലോഗ്ഡ് വിത്ത് യെസ്റ്റർഡേയ്സ് കോൺവെർസേഷൻസ്. ആൻഡ് ദി റൂംസ് ക്ലോഗ്ഡ് മീൻസ് നിറഞ്ഞിരിക്കുക. വിത്ത് യെസ്റ്റർഡേയ്സ് കോൺവെർസേഷൻസ്, ഇന്നലെ നടന്ന ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന വീടാകാൻ പാടില്ല ആ റൂമുകളിൽ. അതായത് ഇന്നലത്തെ വഴക്ക് അല്ലെങ്കിൽ ഇന്നലത്തെ പ്രശ്നങ്ങൾ വീണ്ടും എടുത്തിട്ട് അലക്കുന്ന പോലെയുള്ള ഒരു വീടാകാൻ പാടില്ല. ആൻഡ് വേർ ദ സെൽഫ് ഡസിൻറ്റ് ബ്ലോട്ട് ടു ഫിൽ ഇൻ ദ ക്രേവിങ്സ്. വേർ ദ സെൽഫ് മീൻസ് അവർ സോൾ, നമ്മളുടെ തന്നെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ് doesn't blot to fill in the cravings. Cravings means the cracks on the wall. ആ ഭിത്തിയിലെ ചുമരുകളിലെ വിള്ളലുകൾ അടയ്ക്കാൻ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇടപെടുന്ന പോലത്തെ ഒന്നാകരുത്. അതായത് ആ വീട്ടിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കാകാൻ പാടില്ല. എന്താണ്, ഇറ്റ് ഈസ് നോട്ട് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ എവറിത്തിങ്. എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ വീട് നോക്കി നടത്തുന്ന ഒരു പണിയായിരിക്കരുത് എനിക്ക്. എ ഹോം ലൈക്ക് ദിസ് ബോഡി. ആൻഡ് ഷി കമ്പയർസ് ദ ഹോം ടു ദ ബോഡി. ഹിയർ വി ക്യാൻ സീ സിമിലി. ആ കമ്പാരിസൺ സിമിലിയാണ്. എ ഹോം ലൈക്ക് ദിസ് ബോഡി, ഈ ശരീരം പോലെ എന്താണ്, സോ ഏലിയൻ. ഏലിയൻ മീൻസ് എ ഫോറിനർ അല്ലെങ്കിൽ എ ഫോറിൻ പാർട്ട്. ഒരു അന്യ ശക്തിയാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബോഡിയാണ്. വെൻ ഐ ട്രൈ ടു ബിലോങ്, ഞാൻ എൻ്റേതാക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത്. സോ ഹോസ്പിറ്റബിൾ. വെൻ ഐ ഡിസൈഡ് ഐ ആം ജസ്റ്റ് വിസിറ്റിംഗ്. ഞാൻ എൻ്റേതാക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്നോട് അടുത്ത് വരുന്ന ശരീരം. അതേസമയം എന്താണ്, ഞാൻ ഇവിടെ ഒരു സന്ദർശകയാണ് എന്ന് വിചാരിക്കുമ്പോൾ അതേപോലെ പ്രതികരിക്കുന്ന ഒരു റൂം. അതായത് എന്താണ്, ഇപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് വഴങ്ങുന്ന നമ്മുടെ ശരീരം, അതേസമയം നമ്മുടെ ശരീരത്തെ വെറുക്കുന്ന സമയത്ത് രോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളുടെ ശരീരത്തെ നമ്മൾ വെറുക്കുമ്പോൾ നമുക്ക് അന്യമായിട്ട് തോന്നുന്നത് നമ്മളുടെ ശരീരം പോലെ നമ്മുടെ വീടും അതുപോലെയാണ്. നമ്മൾക്ക് സ്വന്തമാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മളുടെ വീടാണ് നമ്മുടെ സ്വന്തമാണ്. അതേസമയം ഈ പറഞ്ഞ സ്വാതന്ത്ര്യവും കാര്യങ്ങളും സന്തോഷവും ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അന്യമായ ഒരു ഏലിയൻ പാർട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ അന്യമായിട്ടുള്ള ഒന്നാണ് ഈ വീട് എന്ന് തോന്നും. അങ്ങനെയാണ് ഒരു വീട്. ആ ഒരു വീടല്ല എനിക്ക് വേണ്ടത്, മറിച്ച് എനിക്ക് സ്നേഹവും സന്തോഷവും അതേപോലെ തന്നെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അല്ലാതെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ജയില് പോലെയുള്ള ഒന്നാകരുത് എന്നാണ് കവിയുടെ പറയുന്നത്. ഇവിടെ നമുക്ക് പാട്രിയാർക്കൽ സമൂഹത്തെയാണ് കാണാൻ സാധിക്കുന്നത്. പാട്രിയാർക്കൽ സൊസൈറ്റി, ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് ഒരിക്കലും അവളുടേതായ സ്വാതന്ത്ര്യമോ ഡിസിഷൻസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരത്തിൽ സ്ത്രീക്ക് വീട് എന്നുള്ളത് ഇറ്റ് സീംസ് ടു ബി എ ജയിൽ. ഒരു ജയിലിന് സമാനമായിട്ടാണ് തോന്നുക. കാരണം അവിടെയുള്ള പണികളൊക്കെ ചെയ്ത്
അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഉച്ചയ്ക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഒരു അടിമയെ പോലെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണ് സ്ത്രീക്ക് ഉണ്ടാകുക. അവിടെ ദർ ഈസ് നോ റോൾ ഫോർ ഹെർ വിഷസ് ഓർ ഡ്രീംസ് ഓർ ഹെർ ലൈഫ്. അവരുടെ ജീവിതത്തിനോ സ്വപ്നങ്ങൾക്കോ ഒന്നിനും തന്നെ യാതൊരു പ്രാധാന്യവും അവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു വീടല്ല കവി ആഗ്രഹിക്കുന്നത്, മറിച്ച് a home that she can share or she can feel happiness and she can dream of her highness and happiness. അവളുടെ സന്തോഷം, അവളുടെ ഉന്നതി, ഇതൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്ന ഒന്നാകണം വീട് എന്നാണ് ഇവിടെ പറയുന്നത്. Here in this poem we can see some themes and the first theme is freedom and autonomy. ഇവിടെ ഫ്രീഡം, സ്വാതന്ത്ര്യവും സ്വേച്ഛാധിപത്യവും അല്ലെങ്കിൽ ആ ഒരു പുരുഷാധിപത്യം. ദെൻ ഇമോഷണൽ ക്ലട്ടർ ആൻഡ് ലിബറേഷൻ, വൈകാരികമായിട്ട് തളച്ചിടുന്ന ഒരവസ്ഥയും അതിൽ നിന്ന് സ്വതന്ത്രമാകുന്നതും അത് തമ്മിലുള്ള വ്യത്യാസം കാണാം. ആൻഡ് എ സെർച്ച് ഫോർ ബിലോങ്ങിങ്സ്, മറ്റുള്ളവരുടേതായി ഇരിക്കാനുള്ള ആ ഒരു അന്വേഷണം. അതേപോലെ തന്നെ അനോമിറ്റി ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, ചേർന്നിരിക്കാനും അകന്നിരിക്കാനുമുള്ള ആ ഒരു താല്പര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദി കോൺസെപ്റ്റ്സ് ഓഫ് ദ പോയറ്റ് റിഗാർഡിങ് ഹോം? ഹോമുമായിട്ട് ബന്ധപ്പെട്ട് കവിയുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ദെൻ വാട്ട് ആർ ദി മേജർ തീംസ്, പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.